പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഇന്നത്തെ നമ്മുടെ ഈ ചിരിപൂരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ദിസ് ഇസ് ഈസ്റ്റ് കോമഡി നൈറ്റ്സ് വിത്ത് സുരാജ്. വയസ്സാകാലത്ത് പറ്റുന്ന പണിക്ക് പോയാൽ പോരെ. കുട്ടികളോടും അതുപോലെ കുട്ടികളിലുള്ള എല്ലാ പേരൻസിനോടും പറയാനുള്ള ഒരു കാര്യം, കുട്ടികൾ ഇങ്ങനെ എപ്പോഴും കാർട്ടൂൺ അഡിക്ട്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കഥകൾ കേട്ടിട്ടാണ് വളർന്നിരുന്നത്. ആരുടെയെങ്കിലും മുഖത്തുനിന്ന് നമ്മളൊരു കഥ കേൾക്കുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യും, നമ്മൾ ഇമാജിൻ ചെയ്യും. ഒരു രാക്ഷസൻ എന്ന് പറയുമ്പോൾ നമ്മൾ രാക്ഷസനെ ഇമാജിൻ ചെയ്യും, ഒരു കാടെന്ന് പറയുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യും. പക്ഷെ ഒരു കാർട്ടൂൺ കാണുമ്പോൾ നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കുട്ടികളുടെ ഇമാജിനേഷനെ നമ്മളത് റെസ്ട്രിക്ട് ചെയ്യുക. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി എല്ലാ ദിവസവും കഥ പറഞ്ഞ് കൊടുക്കാറുണ്ട്. സോ ഞാൻ ആ കഥ ബാക്കിയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് മിഠായി കഥകൾ എന്നുള്ള പേരിൽ ഞാനിപ്പോൾ കുട്ടികൾക്ക് വേണ്ടി കഥ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അതൊരു യൂട്യൂബ് ചാനലാണ്. മിഠായി കഥകൾ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കഥകൾ കിട്ടും. വലിയ കുട്ടികൾക്കും കേൾക്കാട്ടോ. അപ്പൊ സുരാജ് ചേട്ടാ, പിള്ളേരെ കാണിച്ചു കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി സൈഡിൽ കൂടെ ഒരു പരസ്യം, ഒരു പ്രൊമോഷൻ. അതെനിക്ക് മനസ്സിലായി. അപ്പൊ എന്തായാലും ഹലോ സുരാജ്. ഹലോ, നമസ്തേ. ഞങ്ങളീ മറ്റേ പുഷ്പുൾ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. മറ്റേ പുഷ്പുള അല്ലല്ല, പുഷ്പുൾ പാർട്ടിയുടെ നേതാക്കന്മാരാണ്. ഞാൻ സി കെ, ഇത് പി കെ. ഓക്കെ. അയ്യോ അങ്ങനല്ല, സി കെ പി കെ. ഓക്കെ, മനസ്സിലായില്ല ഉള്ളിക്ക്. ഞാൻ പറയാം. ഇത് സി, അത് എനിക്ക് മനസ്സിലായി. ഇത് സി കെ, ഇത് പി കെ. അത് മനസ്സിലായി എന്നാണ് ഓക്കെ എന്ന് ഞാൻ പറഞ്ഞത്. കാര്യം പറയാം. പുഷ്പുൾ പാർട്ടിയുടെ പുഷ്പുൾ പാർട്ടിയുടെ നേതാക്കന്മാർ. അതെന്താ ഈ പുഷ്പുൾ പാർട്ടി? ഉന്തും തള്ളും. ഇപ്പൊ തെരഞ്ഞെടുപ്പല്ലേ, അപ്പൊ ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്കാട്ട് ഉന്തും തള്ളുക. അങ്ങനെ പാർട്ടിയുടെ പേര് മാറ്റി പുഷ്പുൾ എന്നാക്കി. അപ്പൊ പാർട്ടിയിൽ ഒരു തീരുമാനം എടുത്തു, പാർട്ടിക്കകത്തുള്ള ആര് സ്ഥാനാർത്ഥിയാക്കേണ്ടെന്ന്. ഞാൻ നോക്കിയപ്പോ നമ്മൾ ഈ രാഷ്ട്രീയത്തില് വിവരം, വിദ്യാഭ്യാസം, മറ്റേ സമകാല ബോധം ഇതൊന്നും വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരാളുണ്ട്, സുരാജ് വെഞ്ഞാറമൂട്. ഞാനാ? പിന്നല്ലാതെ വിവരം വിദ്യാഭ്യാസം ഒന്നും വേണ്ട. ഒന്നും വേണ്ട. അങ്ങനെ പിന്നെ അശ്വതിയും കൂടെ വിളിച്ചുകൂടായിരുന്നു. ആദ്യമേ വെച്ചതാ, വെച്ചപ്പോ തന്നെ അവരങ്ങ് വിട്ടു. കാരണം തീരെ നിലവാരമില്ല. നമ്മുടെ പാർട്ടിയുടെ ലക്ഷ്യം എന്താണെന്ന് അറിയാമോ? കേരളം സമാധാനപരമായിട്ട് പോവുക എന്നുള്ളതാണ്. അതെ, സ്ത്രീകൾക്ക് സമാധാനത്തോടെ നടക്കുക എന്നുള്ളതാണ്. കൊള്ളുവെപ്പ്, കൊല, ഇതൊക്കെ നമ്മൾ തുടച്ചു മാറ്റി. ഇതൊക്കെയാണ് പാർട്ടിയുടെ, പുഷ്പുൾ പാർട്ടിയുടെ ലക്ഷ്യം. അതെ അതെ അതെ, അതാണ് പാർട്ടിയുടെ ലക്ഷ്യം. എന്താണ് നിങ്ങളുടെ പാർട്ടിയുടെ ചിഹ്നം? വടിവാളും ബോംബും. അതാണ് ഞങ്ങളുടെ ചിഹ്നം. അതിനെ വടിവാളും ബോംബും. നമ്മൾ എത്ര സമാധാനപരമായിട്ട് പോയാലും ചിലര് പുറകിൽ നിന്ന് തോണ്ടും. ബോംബ് എറിഞ്ഞിട്ട് വടിവാളിന് അച്ചറം പുച്ചറം വെട്ടും. ഞങ്ങളിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നുണ്ട്. അപ്പൊ പറ്റിയ സമയം കിട്ടി അതുവഴിയൊക്കെ ഒന്നിറങ്ങണം. ഇല്ല, എനിക്ക് അതിനോട് താല്പര്യമില്ല. പ്ലീസ്, ഇത്ര അഹങ്കാരം പാടില്ല. ഇല്ലാന്ന് എനിക്ക് ഒരു പുഷ്പുൾ പാർട്ടിയുടെ സമുന്നത നേതാക്കന്മാർ ഇത്ര അഹങ്കാരം പാടില്ല. എനിക്ക് എന്റേതായിട്ടുള്ള ഒരു പാർട്ടി എന്റെ മനസ്സിലുണ്ട്. എനിക്ക് ഇനി വേറെ പാർട്ടിയിലൊന്നും പോവാം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞങ്ങള് ചാക്കോച്ചനെ വിളിക്കും. ചാക്കോച്ചന് ഏത് ചിഹ്നം കൊടുക്കും? ചാക്ക് ഇനത്തിൽ മത്സരിക്കും. ഈ പാർട്ടിയുടെ മെഡിക്കൽ ക്യാമ്പ് അപ്പുറത്ത് നടക്കുകയാണ്. എന്തായി തീരുവെന്ന് റിലീസാകാൻ പോകുന്ന ഒരു സിനിമയുണ്ട്. കീ എന്നാണ് സിനിമയുടെ പേര്. അതിന്റെ വിശേഷങ്ങൾ, ചിത്രമാണ്. അതെ, അതിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല, ഗോവിന്ദ് പത്മസൂര്യ. നമസ്തേ ജിപി. എന്താണ് ജിപി, ഇത് ഒരു 1.5 വർഷമായി ഈ കീ എന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് ജിപി ഞങ്ങളുമായിട്ട്. എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെയായിരുന്നു വേറൊരു സിനിമ, ബാഹുബലി.
ജിപിയുടെ ആദ്യത്തെ തമിഴ് മൂവിയാണ്. എങ്ങനെയാണ് ഈ കീയിലേക്കുള്ള യാത്ര? കീയിലേക്കുള്ള യാത്ര എനിക്ക് തോന്നുന്നു അവിടെ 1-2 സിനിമകൾ ഇതിനു മുമ്പ് വന്നിരുന്നു. ധനുഷിന്റെ മാനേജറാണ് എന്നെ അവിടെ റെഫർ ചെയ്യുന്നത് ഈ സിനിമയിലേക്ക്. ഇദ്ദേഹം സെൽവരാഘവന്റെ അസോസിയേറ്റ് ആയിരുന്നു. ധനുഷിന്റെ ഏട്ടൻ സംവിധാനം ചെയ്തിരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു യാരടി നീ മോഹിനി മുതൽ കലീഷ് അവിടെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹമാണ് എന്നെ ഇതിൽ ഈ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കലും അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് എൻ്റെ അടുത്ത് തുടക്കത്തിൽ തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഇപ്പോൾ കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ചെയ്തതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കഥാപാത്രമാണ്. കഥ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ കഥ കേട്ടാൽ നിങ്ങളിത് എന്തായാലും എടുക്കുന്ന എനിക്ക് ഉറപ്പാന്നുള്ള അത്രയും കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ആ സംവിധായകൻ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ ഭയങ്കര ജാടയിൽ ഞാൻ പറഞ്ഞു, ശരി കഥ കേട്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തിരഞ്ഞെടുക്കാം എന്നൊക്കെ പറഞ്ഞു. വന്നിട്ട് കഥ പറയാൻ വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയും, നമുക്ക് നമ്മുടെ പടത്തിന്റെ ടീസർ ഒന്ന് കാണാം. ഷൂട്ടും തുടങ്ങിയില്ല, പടത്തിന്റെ ടീസർ ഒന്ന് കാണാം. അതെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വോയിസ് ഓവറിൽ തന്നെ കുറേ സ്റ്റോക്ക് ഫുട്ടേജസ് യൂസ് ചെയ്തിട്ട് ഈ പടത്തിന്റെ ഫസ്റ്റ് ടീസർ ഇങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതിലൊരു കിടിലം സാധനം പുള്ളി കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എനിക്ക് ഇതിലൊരു ഓപ്പർച്യൂണിറ്റി തരുമോ എന്ന് അങ്ങോട്ട് ചോദിച്ചു. കാരണം അത്രയും നല്ല കഥാപാത്രമായിരുന്നു, അത്രയും നല്ല സ്ക്രിപ്റ്റ് ആയിരുന്നു. നമ്മളെ തേടി ഇങ്ങോട്ട് എത്തി എന്നുള്ളത് വലിയൊരു അനുഗ്രഹം ഭാഗ്യമാണ്. വില്ലനാണ് മെയിൻ വില്ലനാണ്. ഈ സുന്ദരമായ മുഖം വെച്ചിട്ട് ആ ജീവയുടെ മെയിൻ വില്ലനാണ് കീ എന്ന സുന്ദരമായ മുഖം മാത്രമല്ല, ഈ നല്ല മനസ്സ് വെച്ചിട്ട് ഞാൻ നല്ല മനസ്സിനെ കുറിച്ച് നമ്മൾ അറിയാനിരിക്കുന്നേ ഉള്ളൂ. എങ്ങനെ സാധിക്കുന്നു എന്നെ കുറിച്ച് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ കുട്ടി. ഇന്നെന്താ സ്കൂളിൽ പോയില്ലേ? ചുമ്മാ ഒന്ന് കറങ്ങുന്നു. എങ്ങനെ സ്കൂളിൽ പോവും? വീട്ടില് ഭയങ്കര യുദ്ധല്ലേ അച്ഛനും അമ്മയും തമ്മില്. അച്ഛനും അമ്മയും തമ്മിൽ യുദ്ധം? ആ യുദ്ധം എന്ന് പറഞ്ഞ വഴക്ക്. അവര് തമ്മിൽ ഭയങ്കര കച്ചറ. എടാ, അവര് വഴക്കുണ്ടാക്കിയതിന് പ്രശ്നമല്ല, അതിന് നീ എന്താ സ്കൂളിൽ പോവാത്തത്? ഞാനെങ്ങനെ സ്കൂളിൽ പോവും? എന്റെ ബാഗ് അച്ഛന്റെ കയ്യിലും മറ്റേ കൊടയും ചോദിച്ചാത്രയൊക്കെ അമ്മയുടെ കയ്യിലും. ഇതൊന്നുമില്ലാതെ ഞാനെങ്ങനെ സ്കൂളിൽ പോവും? നിന്റെ അച്ഛൻ ആരാണെന്ന് പറ, ഞാൻ ഒന്ന് വിളിച്ച് സംസാരിക്കാം. ആ കാര്യം പറഞ്ഞോണ്ടാ ഇപ്പൊ വീട്ടിൽ. എന്നാ പിന്നെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നീ സ്കൂളിൽ പോയാൽ മതി. ഓക്കെ, അതുവരെ ഗെയിമും കളിച്ച് ഇവിടെ നിന്നോ. അതുവരെ ഞാന് കളിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ജീവിച്ചേട്ടനെ കൊണ്ട് കളിപ്പിക്കാം. അപ്പൊ അശ്വതി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു. ഇതിനൊരു ചെറിയ പ്രശ്നമുണ്ട്. എന്നുവെച്ചാൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റിയ ഗെയിമിൽ ഇത്. അപ്പൊ പിന്നെ ഇവനെ കൂടെ ചേർത്തോ? അല്ലല്ല, അവര് ഒരുമിച്ച് കളിച്ചോട്ടെ, സുരാജേട്ടൻ കൂടെ നിൽക്കണം. പക്ഷെ അല്ല, ഞാനത് പറയാം, അശ്വതി കൂടെ വന്നോ. ഞാനിത് കണ്ടല്ലോ. എന്നാ പിന്നെ ഞാൻ നിക്കാം. എനിക്ക് തോൽവികൾ ഏറ്റുവാങ്ങാൻ ഇനിയും ചന്ദൂര ജീവിതം ബാക്കി. കുഴപ്പമില്ല, സുരാജേട്ടൻ പിടിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം മലയാള സിനിമയായിട്ട് ബന്ധപ്പെട്ട ചില ഒബ്ജക്ട്സ് ഇവിടെ ഇങ്ങനെ കാണിക്കും. അപ്പൊ ആ ക്ലൂ വെച്ചിട്ട് ഇത് ഏത് സിനിമയാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, ആദ്യത്തെ സിനിമയുടെ ആദ്യത്തെ ക്ലൂ വരട്ടെ. 1983. സോറി സാർ, 1983. സമയമുണ്ടല്ലോ, അടുത്ത ക്ലൂ വരും. അയ്യോ, കുതിര. കോളാമ്പി. കിട്ടി. മനുവെങ്കിൽ ശരിക്കും പൈനാപ്പിൾ ഇറക്കുന്നുണ്ട്. സുരാജേട്ടാ, രണ്ടാമത്തെ ഒരു പോയിന്റ് സുരാജേട്ടൻ നേടിയിരിക്കുകയാണ്. ഇപ്പോ 0-1 എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ. പൂച്ച മരിച്ചോ? പൂച്ചയുണ്ട്, സെമിത്തേരി ഒക്കെ ആയിട്ട് വളരെ കണക്ഷൻ ഉള്ളൊരു ചിത്രമാണ്. ഏതോ കുതിരയോ? കുതിര കുതിര കുതിര, എനിക്കൊരു മനസ്സിലായി. കട്ട്ലറ്റ്. മഴത്തുള്ളിക്കിളിക്കം. വേലിപ്പെണ്ണിന് താലിക്ക് പൊന്നൊരുക്കാൻ പോരുന്നു, നേരമില്ലാ നേരത്തും ഒരു ചുറ്റും. അടുത്ത ചിത്രത്തിന്റെ ക്ലൂ, ഒന്നാമത്തെ ക്ലൂ. ഇതെന്തത്? ശ്വാസകോശം. അല്ലല്ല, കണിമംഗലത്ത് അല്ലല്ല, കാവ്. ഇത് 6-ാം നമ്പര്. അല്ലല്ല, 6-ാം നമ്പർ എവിടെ? ചെസ്. ഇനി നമുക്ക് കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. യോധ.
യോദ്ധ. പക്ഷെ നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഉദ്ദേശം നമ്മുടെ ഗസ്റ്റിനെ ജയിപ്പിക്കാന്നുള്ളതായിരുന്നു. സാരമില്ല. എന്നാ അടുത്ത, അടുത്ത, അടുത്ത. ഇല്ല, ഞാൻ തോറ്റുതരാം. അല്ല ഞാൻ ജയിക്കുന്നവരെ കളിക്കാലോ, നല്ല രസമുണ്ട് കളി. ഓക്കെ, അടുത്തതാ. പോലീസ് മാല അന്വേഷിക്കുന്നു, അങ്ങനെയാണോ? മാലൊക്കെ അന്വേഷിച്ചിട്ട് പോകുന്ന പടേതാ? എന്താ അത് മനസ്സിലാവണില്ല. അതെന്താ സാധനം മാല ലാസ്റ്റ് വന്നത്? ആ സൂപ്പർമാൻ. സൂപ്പർമാൻ. ആ, രണ്ടുപേരും ഒരുമിച്ച് പറഞ്ഞു. ഞാൻ ആദ്യം പറഞ്ഞു. ക്ലാസ് 1. കുപ്പിയോള. ആ, അത് വിളിക്കടോ ആരെങ്കിലും. ഓ തേന്മാവിൻ കൊമ്പത്ത്. ടാസ്കി വിളിയടോ തേന്മാവിൻ കൊമ്പത്ത്. മനസ്സിലൊരു നാണം, ആ, എന്റെ മനസ്സിലൊരു നാണം. അടുത്തായിട്ട് നമ്മുടെ സ്റ്റാർ ഓൺലൈൻ എന്ന സെഗ്മെന്റിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്ക് തോന്നുന്നു അതിനു മുമ്പ് GPക്ക് കുറച്ച് സമയം അവിടെ ഇരുന്ന് ഇവിടെ എന്താ സംഭവിക്കണമെന്ന് കാണാവുന്നതാണ്. ജിൻസനും ജിൻസന്റെ അമ്മാമ്മയുമാണ് ഇന്ന് നമ്മുടെ ഫ്ലോറിലേക്ക് ഓൺലൈൻ സ്റ്റാർസ് ആയിട്ട് എത്താൻ പോകുന്നത്. സ്വാഗതം. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ, മനസ്സിനുള്ളിൽ മാറിക്കാവടി ചിന്തും ചിന്തുണ്ടേ. വരണം വരണം മിസ്റ്റർ ഇന്ദുചൂടൻ. നിങ്ങൾ പറഞ്ഞു തന്നാ മതി മക്കളെ, ബാക്കി ഞാൻ ഏറ്റ്. 18ന്റെ ചുറുചുറുക്കോട് കൂടി പറഞ്ഞ അമ്മാമ്മ പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾ പറഞ്ഞു തന്നാ മതി മക്കളെ, ബാക്കി ഞാൻ ഏറ്റ്. ഉഗ്രനാണ്. അമ്മാമ്മയുടെ ശരിക്കുള്ള പേരെന്താ? മേരി സ്ഥലം? പറവൂര്. ജിൻസൺ പ്രവാസിയായിരുന്നു. അതെ. ആ, എവിടെയായിരുന്നു? ഞാനൊരു 4 വർഷം അബുദാബിയിലായിരുന്നു. അത് കഴിഞ്ഞ് സൗദി, പിന്നെ ഖത്തർ. ഖത്തറിൽ നിന്ന് വന്നിട്ട് 2 ആഴ്ച ആവണുള്ളൂ. ആണോ? ഇത് ഏത് സമയത്താണ് ഈ ഒരു അസുഖത്തിലേക്ക് പോയത്? ടിക്ടോക്കിലേക്ക്? ടിക്ടോക്ക് എന്ന് പറഞ്ഞാൽ അസുഖം പിടിച്ചത് പ്രളയത്തിന് ശേഷമാണ്. പ്രളയം കൊണ്ട് അങ്ങനെ കുറവർക്ക് ഭാഗ്യമൊക്കെ ഉണ്ടായി കേട്ടോ. അത് ഞങ്ങളെ കരിങ്ങാച്ചിറ പള്ളിയിലായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. അവിടുന്ന് പോരണ ദിവസം പ്രവീണ എന്ന് പറഞ്ഞൊരു കൂട്ടുകാരിയാണ് ഈ ടിക്ടോക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ ഒരു പുതിയ ആപ്പ് വന്നിട്ടുണ്ട്, നമ്മുടെ ഉള്ളിലുള്ള കലകള് അഭിനയിക്ക്. അപ്പൊ അത് അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവര് കമന്റ്സ് ഇടും, ലൈക്ക് ഇടും. ആദ്യം അമ്മാമ്മ ക്യാമറയുടെ പിന്നിലായിരുന്നു. അപ്പൊ ഞങ്ങക്ക് പറയുമ്പോ മേക്കപ്പ് ഇടും, ക്യാമറ പിടിക്കും. അങ്ങനെ ഞാനും അനിയനും കൂടി ചെയ്യണതിന്റെ ഒക്കെ പിറകിലായിരുന്നു അമ്മാമ്മ. അയ്യോ. അത് കഴിഞ്ഞിട്ട് അമ്മാമ്മക്ക് ക്യാമറ മുന്നിലേക്ക് വന്നു പറഞ്ഞപ്പോ നമ്മുടെ അമ്മാമ്മ പറഞ്ഞു ആദ്യം 2015 അമ്മാമ്മ അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഒപ്പം. അപ്പൊ ഇതേപോലെ അമ്മാമ്മക്ക് താല്പര്യം പ്രകടിച്ചപ്പോ അമ്മാമ്മക്ക് വേണ്ടി ഒരു പാട്ട് ഇട്ട് കൊടുത്ത് സ്ലോ മോഷനിൽ ഇങ്ങനെ ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് തിരിഞ്ഞു തന്നെ ഒരു സീൻ. അതപ്പോ ആളുകൾ ഏറ്റെടുത്ത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഓൺ വോയിസ് പരീക്ഷിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആദ്യമായിട്ട് അമ്മാമ്മേനെ കൊണ്ട് ഒരു ഓൺ വോയിസ് ചെയ്യിപ്പിച്ച് ഒരു റിയൽ ആയിട്ട് നടന്ന സംഭവം തന്നെയാണ്. ഞാൻ ഇതേപോലെ ചായ കുടിക്കാൻ ചെന്നിരുന്ന് അപ്പൊ അമ്മാമ്മ സീരിയൽ കണ്ടോണ്ടിരിക്കണം. ഞാൻ അമ്മച്ചിനോട് ചായ എടുക്കാൻ അമ്മച്ചി എന്ന് പറഞ്ഞു. അപ്പൊ അമ്മാമ്മനോട് പറഞ്ഞു അമ്മാമ്മ ആ സീരിയൽ മാറ്റി അമ്മാമ്മ എന്ന് പറഞ്ഞു. അപ്പൊ അമ്മാമ്മ പറഞ്ഞു ഇപ്പൊ മാറ്റാൻ പറ്റൂല, ആ മോന് അമ്മ ചായയിൽ വിഷം കലക്കി കൊടുത്തേക്കാണ്, എന്താവുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ കറക്റ്റ് ടൈമിൽ അമ്മ ചായ ഇട്ട് വന്നേക്കാണ്, എന്നാ ചായ കുടിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മേ ചായ വേണ്ട. അപ്പൊ ഞാൻ നോക്കിയപ്പോ നല്ലൊരു കോമഡിയാണുള്ളത്, അതെന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ള രീതിയിലാണ് അത് റീക്രിയേറ്റ് ചെയ്ത്. അത് റീക്രിയേറ്റ് ചെയ്ത് ആദ്യമായിട്ട് എടുക്കണത് കൊണ്ട് അമ്മാമ്മ ഡയലോഗ് അടിപൊളിയായിട്ട് തെറ്റിക്കുന്നുണ്ട്. അമ്മ ചായയും കൊണ്ട് നിന്ന് ചായ മാറി അമ്മയുടെ കയ്യും കഴിച്ച് അമ്മ അതവിടെ വെച്ചിട്ട് പോയി. അതായത് അമ്മാമ്മ അപ്പൊ ഇങ്ങനെ ഒരു ലാത്തി കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്ക്രിപ്റ്റ് പഠിക്കാണ്. അപ്പൊ ഞാൻ അമ്മാമ്മ എന്താണ് ഈ പഠിക്കണത്? വാ പഠിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ എന്ത് പഠിക്കാൻ? ഞാൻ സ്ക്രിപ്റ്റ് പഠിക്കായിരുന്നു, നീ ഇരിക്കി, ആ എടുത്തോ. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ പോയി, അവള് വേണ്ട നീ എടുക്ക്, അവളെ പിന്നെ എഡിറ്റ് ചെയ്ത് കയറ്റിയാ മതി എന്ന് പറഞ്ഞിട്ട് ഇരുന്ന്. അപ്പൊ ഞാൻ ആലോചിക്കില്ല, അവക്ക് വയസ്സായടാ, നീ എന്നിട്ട് എടുത്തു ഒറ്റ ടേക്കിലും ഒക്കെ. അപ്പൊ അമ്മാമ്മടുത്ത് പറഞ്ഞു ഷൂ ഇതിൽ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാണ്. അവള് വേണ്ട നീ ഇത് കണ്ടിട്ട് പിള്ളേരെന്ത് പറയണെന്ന് നോക്കാം. അങ്ങനെ അത് ഇട്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മാമ്മയെ കൊണ്ടുവന്നപ്പോ ശരിക്കും വിചാരിച്ചോ ഇത്രയും ജനങ്ങൾ ഏറ്റെടുക്കും, ഇതൊരു വലിയ വിജയമായി തീരുമെന്ന്? അങ്ങനെ വിചാരിച്ചിരുന്നില്ല. അമ്മാമ്മേനെ കൂടി ഉൾപ്പെടുത്തി വീഡിയോസ് ചെയ്ത് തുടങ്ങാന്നുള്ളൊരു
ധൈര്യം കിട്ടിയത് ആളുകളുടെ സപ്പോർട്ട് തന്നെയാണ്. നമ്മളെ കുറെ പേര് വിളിച്ച് അമ്മാമ നന്നായിട്ട് ആക്ട് ചെയ്യണ്ട, അമ്മാമ പറയണുണ്ടോ ഒറിജിനൽ പോലെ തന്നെയാണ് തോന്നണേ. ആ ക്രിക്കറ്റിന്റെ നേരത്തെ പോയാൽ അത് കിട്ടിയാന്നൊക്കെ ചോദിക്കണത്, അത് വിക്കറ്റിന്റെ സൂപ്പർ ആയിരുന്നു. അതിന്റെ പിന്നിൽ ഒരു 6 കോമഡി ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയ്ക്കും അപ്പച്ചനും ഞങ്ങളുടെ ഈ അഭിനയത്തോട് ആദ്യം തന്നെ വലിയ സപ്പോർട്ടില്ല. കാര്യം അമ്മാമ്മ പ്രായമായതാണ്, നമ്മള് പണിക്ക് വേണ്ട പിള്ളേരാണ്. അപ്പൊ ഇതിങ്ങനെ ചെയ്തോണ്ട് ഈ ഇരുന്ന് കഴിഞ്ഞാൽ പണിക്ക് പോയില്ല എന്നുള്ളൊരു പേടി അവർക്ക് ഉണ്ടല്ലോ. അമ്മയും അപ്പച്ചനും വീട് നനയ്ക്കാൻ പോയ സമയത്ത് അമ്മാമ ഞാനും പ്ലാൻ ചെയ്തു, അമ്മാമ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ക്രിക്കറ്റിന്റെ ഇങ്ങനെ ചോദിക്കണ്. അപ്പൊ അമ്മാമ ഇങ്ങനെ ചൂല് കൊണ്ട് അടിച്ചു വരണം. അപ്പൊ ഞാനിത് ഇരുന്ന് കാണും. ഷോ നേരത്തെ പോയത് കിട്ടിയാന്ന് ചോദിക്കണം, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ ആക്ഷൻ പറഞ്ഞ് അമ്മാമ ചൂല് കൊണ്ട് അടിച്ചു വരയല്ല, അപ്പച്ചൻ കയറി വരെയാണ്. വേഗം ഞാൻ മൊബൈൽ എടുത്തു. മൊബൈൽ ഒരു വെള്ളം കുപ്പിയുമ്പോൾ ചാരി വെച്ചേക്കായിരുന്നു. മൊബൈൽ എടുത്ത് ഒളിപ്പിച്ച് വെള്ളം എടുത്ത് ഞാൻ കുടിച്ച് അമ്മാമ നടന്ന പെരക്കാ മുഴുവൻ അടിച്ചു. അപ്പച്ചൻ വേണമെന്നല്ല ഇറയടിച്ചു കഴിഞ്ഞ് പോയില്ല, റൂം അടിച്ചു വാരി പോയിട്ടില്ല, ആളടിക്കണ്. അപ്പൊ ഇറങ്ങിപ്പോയി. അപ്പച്ചൻ ഇന്നും കറങ്ങുന്നു. അപ്പൊ എന്നെ നോക്കണുണ്ട്, പോണ ലക്ഷണമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കറക്റ്റ് അപ്പച്ചൻ ഇറങ്ങി പോയപ്പോ എടുത്തു വേഗം എടുത്തോ. വേഗം അതെടുത്ത് അത് ഒറ്റ ടൈക്കിന് തന്നെ പുള്ളിക്കാരിക്ക് ഇടില്ലനാക്കി എടുത്ത് അതിട്ട് അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പുതിയ സിനിമയിലൊക്കെ വിളി വന്നല്ലോ. സുന്ദരൻ സുഭാഷ് എന്ന് പറഞ്ഞ ആലുവയിലുള്ള ബിൻഷാദേട്ടൻ ചെയ്യണ ഒരു ഫിലിമിലുണ്ട്. അതിനകത്ത് അമ്മാമ നടിയുടെ അമ്മാമ്മയിട്ടാണ്. അതിനകത്ത് എനിക്കൊരു കുഞ്ഞു റോളുണ്ട്. അതാണ് ആദ്യമായിട്ട് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പുതിയൊരു മൂവിയിൽ കിട്ടിയിട്ടുണ്ട്. ഷാൻ എന്ന് പറഞ്ഞ ചേട്ടൻ സംവിധാനം ചെയ്യണം. രണ്ടിലും നന്നായിട്ട് അഭിനയിക്കാൻ സാധിക്കട്ടെ. സിനിമ ഗംഭീര വിജയമാകട്ടെ. ജീൻസൺ ഒരു വലിയ കയ്യടി കൊടുക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അമ്മാമ ഇത്രയും ന്യൂ ജനറേഷൻ ആക്കി എല്ലാവരുടെയും കൂടെ ഇങ്ങനെ കൂടെ ചേർത്ത് പിടിച്ച് കൊണ്ടു നടക്കാന്ന് പറയുന്നത് വലിയ കാര്യമാണ്. സാധാരണ എല്ലാവരും മാറ്റി നിർത്താനാണ് നോക്കുന്നത്. ആ കാലത്ത് ഇത് ചേർത്ത് പിടിക്കാന്ന് പറയുന്നത് വലിയൊരു കാര്യം. അപ്പൊ ജീൻസൺ തീർച്ചയായിട്ടും അതിനൊരു കയ്യടി തരണം. ഇനി അമ്മാമ്മയുടെയും ജിൻസന്റെയും ഒരു പെർഫോമൻസ്. എന്താണ് അമ്മാമേ ആകെ ഒരു സങ്കടമുള്ള? എന്തുപറ്റി? എന്തുപറ്റി? ചട്ടയിക്കണ ആള് പാടില്ലെന്നപ്പോ പറയുന്നുണ്ട്. പാടില്ലാണ്ടായ അതിനിപ്പോ എന്താണ്? ആ ജംഗ്ഷനിൽ വേറൊരു ചട്ടയിക്കണ പുള്ളിയുണ്ട്, പുള്ളിനെ കൊണ്ട് ശരിയാക്കാം. എനിക്ക് വേണ്ട, എനിക്ക് അയാൾ കഴിച്ചില്ലെങ്കിൽ നീ കഴിച്ചു തന്നാ മതി. ഞാനെങ്ങനെ കഴിക്കാനാണ്? നീ സർക്കിലൊക്കെ പോണതല്ലേ, നിനക്ക് എന്റെ ചട്ട അയച്ചു തന്നാൽ എന്താണ്? ഞാൻ തയ്ക്കണ ഡ്രസ് വർക്കല്ല മാമ, ഞാൻ ഈ വെൽഡിങ്ങിന്റെ ഒക്കെ ഡ്രസ് വർക്കാണ്. എനിക്കിപ്പോ തയ്ച്ചു തന്നെ. മാമ ഞാൻ പോണതേ ഈ വെൽഡിങ് ഒക്കെ ചെയ്യൂലേ വീട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, തയ്ച്ചു തന്നെ. അമ്മ പോയി ചോറ് എടുത്തേ. മാമനോട് പറഞ്ഞിട്ട് കാര്യമില്ല, പോയി ചോറ് എടുത്തോണ്ടോന്നേ. ചെല്ലി. ഇതെന്താണ് പച്ചക്കറിയാ? മീനൊന്നുമില്ലേ? വേമ്പാ വേമ്പാ. ചിരിച്ചു തന്നെ. എന്താണ് ഇതിന്റെ കിടപ്പ് നോക്കിയേ? എന്താണ്? കേരളം ഇവിടുത്തെ കേരളം പോലെയായി. ശരിയാണല്ലോ, കാണാനൊരു കേരളത്തിന്റെ ലുക്ക് ഉണ്ടല്ലോ. കാണാൻ മാത്രമല്ല, എന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? അതിനെന്താണ് അവസ്ഥ? കുഴപ്പം എന്താണ്? നോക്കു നീ, കേരളത്തിലെ മാതിരി ഇന്നലെ വരെ വെള്ളത്തിൽ കിടന്ന സാധനമാണ് ഇപ്പൊ എങ്ങനെ കിടക്കണത്? മോരില്ലേ? മോര് ഇന്നലെ നീ മേടിച്ചോണ്ടെന്നാ? ഞാൻ വിട്ടുപോയി. ഞാൻ പോവാൻ ചുണ്ടോ. അവിടെ നിൽക്ക്. എന്താണ്? ഇത് തലയിൽ ചുണ്ടോ? ഈ വളവ് വരെ പോണോ? സാരമില്ല, വല്ല വണ്ടിയൊക്കെയാണ്, വല്ല നിന്നെ കാണാനുള്ള കൊതിയോട്ടാണ്. പോ. അമ്മാമ്മ നീ വരും നാളുമെന്നീരുന്നു ഞാൻ. ഇത് ആർക്ക് പറ്റും ഇത്രയും ഡയലോഗ് ബൈഹാർട്ട് ചെയ്ത് പറയാൻ? ജിൻസ, എനിക്കിത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഈ അമ്മാമ്മയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നിങ്ങൾ മലയാള സിനിമയിൽ ഉഗ്രം ഒരു സംവിധായകനാണ് കേട്ടോ. എല്ലാവരും ഡൗട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഞാനും അമ്മാമ്മയും മാത്രമുള്ളതാണ്. അതല്ല, എന്റെ ഫാമിലി വന്നിട്ടുണ്ട്. അപ്പച്ചൻ, അമ്മ, അനിയൻ. ആണോ? എല്ലാരും ഉണ്ടോ? എല്ലാരും വരൂ, എല്ലാരും ജസ്റ്റ് ഒന്ന് എല്ലാരും ഒന്ന് കണ്ടോട്ടെ.
നമസ്കാരം. ഇതാണ് ജിൻസന്റെ ഫാമിലി. ഇത് അച്ഛൻ, അപ്പച്ചൻ, തങ്കച്ചൻ, ആ. അമ്മ സലോമി, ഇതാ അനിയൻ. അനിയൻ എന്ത് ചെയ്യുന്നു? അവൻ ഗൾഫിലാണ്. പരിപാടിയിൽ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. സുരാജിനെ രൂത്ത് കണ്ടതിൽ വളരെയേറെ സന്തോഷം. വീട്ടിൽ എന്താണ് ഇവനെ വിരട്ടിയൊക്കെ നിർത്തുന്നത്? പേടിപ്പിച്ചാണോ നിർത്തിയിരിക്കുന്നത്? പേടിപ്പിച്ചാണോ? അതെന്താണ്? എല്ലാരും ചോദിക്കാറുണ്ടോ? എനിക്ക് ദേഷ്യമായിരുന്നു. ആ. പിന്നീടാണ് ഞാൻ എന്താ അപ്പ ദേഷ്യപ്പെടാൻ കാരണം എന്തായിരുന്നു? വെറുതെ രണ്ടുപേരോട് പണിക്ക് പോകുമ്പോൾ പണിക്ക് പോയിട്ട് ചുമ്മാ ഇരുന്ന്. അവിടുന്ന് വന്നി ഇവിടുന്ന് വന്നി പിന്നെ അത് ഞാൻ പിന്നെ മിസ്സാക്കിയില്ല. പിന്നെ അത് ഇപ്പൊ രസായി. രസമായിക്കൊണ്ട് ഇപ്പൊ സന്തോഷം തോന്നുന്നില്ല? സന്തോഷമുണ്ട്. മക്കളെ കുറിച്ചും അമ്മയെ കുറിച്ചൊക്കെ നല്ല അഭിമാനം തോന്നുന്നില്ല? ജിൻസൺ പുതിയ സിനിമ ഏതാണ്? പുതിയൊരു ഡയറക്ടർ ഷാൻ സംവിധാനം ചെയ്യണ ആരോട് പറയാൻ ആര് കേൾക്കാൻ എന്ന് പറഞ്ഞ നമ്മള് കേട്ടോളാം, പറയും. ആരോട് പറയാൻ ആര് കേൾക്കാൻ, അതാണ് ഫിലിമിന്റെ പേര്. ഓക്കെ, ആരോട് പറയാനാ ആര് കേൾക്കാനാ? അതിനകത്ത് അമ്മാമ്മയുണ്ട്. അടിപൊളി. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇവിടെ ജിൻസനും ജിൻസന്റെ ഫുൾ ഫാമിലിയും ഇവിടെ വന്നു. എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഞങ്ങളുടെ ഒരു ചെറിയ ഉപകാരം. ഇത് വല്ലപ്പോഴൊക്കെ ഓർക്കണം കേട്ടോ, വീട്ടിൽ വച്ചേക്കണം. ഓക്കെ അമ്മ. ഗോവിന്ദ ഗോവിന്ദോ ഗോവിന്ദ എന്നാണ്ട് ഗോവിന്ദോ. ഹലോ, എന്തേ? ഇത് നമ്മുടെ ഗസ്റ്റ് ആണ്. അത് ഗോവിന്ദ ഗോവിന്ദ എന്നല്ല, ശരിക്കും പേര് ഗോവിന്ദ് പത്മ സൂര്യ. സിനിമയിലൊക്കെ കയറി കഴിഞ്ഞാൽ പത്മനാകും, സൂര്യനാകും, ചന്ദ്രനാകും, അതൊക്കെ അങ്ങനെയൊക്കെ തന്നെ. ഇപ്പം പഴയ ഗോവിന്ദൻ ഗോവിന്ദൻ എനിക്കറിയാവുന്നയാ. അല്ല, നിങ്ങളിപ്പോ എന്താ? എനിക്ക് മനസ്സിലായില്ല. എന്നാ മനസ്സിലായില്ല? ഇല്ല. സഹായം സാബു. സഹായം സാബു കേട്ടിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? എനിക്ക് ഇപ്പോഴാണ് ആളെ പിടിക്കുന്നത്. എല്ലാരെയും സഹായിക്കും. അതെ. എന്തായാലും സഹായം വേണോ? ഒരു 2 ലക്ഷം രൂപ വേണം. പിന്നെന്താ? അയ്യോ, പൈസ കൊടുത്തുള്ള ഒരു പരിപാടി ഇല്ല. പൈസ അല്ല, അല്ലാത്ത രീതിയിൽ എന്ത് സഹായം വേണം. നിങ്ങളിപ്പോ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ നിൽക്കണുണ്ടല്ലോ. അതെ, ഞാൻ എന്റെ കൂട്ടുകാരനെ സഹായിച്ചതാ. എന്താ സഹായം? സെക്കൻഡ് ഷോയ്ക്ക് വിളിച്ച് അവനെ ചെന്ന് അവൻ തന്നെ ടിക്കറ്റ് എടുത്തു. അവനെ സിനിമ കണ്ട് സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ സഹായിച്ചു. അവൻ അവന്റെ വഴിക്ക് പോയി, ഞാൻ എന്റെ വഴിക്ക് പോണ വഴിക്ക് വഴിയിലൊരു പാലസ് ഇല്ലേ, അവിടെ ഒരു പരിചയമില്ലാത്ത ഒരു 3-4 പേര് ആ പാലസിനകത്തുനിന്ന് സാധനങ്ങൾ ലോറിലോട്ട് കിട്ടും. എന്റെ കയ്യും കാലും തരിക്കുവോ സഹായം. ഞാൻ അവരെ സഹായിച്ചു. പിറ്റേ ദിവസം രാവിലെ വീട്ടിൽ പോലീസ് നായ വന്നു. അയ്യോ, പോലീസ് നായേ? അതെ. അതെന്തിനായിരുന്നു? മോഷ്ടിക്കായിരുന്നു. കൊട്ടാരത്തിൽ നിന്ന് സാധനങ്ങൾ അടിച്ചോണ്ട് അതിനെ സഹായിക്കാൻ ചെന്ന് കയറി. അതെ അതെ, അത് നോക്കിയും കണ്ടൊക്കെ സഹായിക്കണ്ടേ മിസ്റ്റർ? ഇതെല്ലാം പോട്ട് ഭാര്യയായിട്ട് സിനിമ കാണാൻ പോയിട്ട് തിരിച്ചറിഞ്ഞ ശശി എന്നെ തല്ലി, അറിയാവോ? അത് തെണ്ടിത്തരായി. ഭാര്യയായിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ശശി തല്ലിയത് ഒട്ടും ശരിയായില്ല. അതെന്തിനാ നിങ്ങൾ ഭാര്യയായിട്ട് പോകുമ്പോ ആള് തല്ലാൻ കാരണം? എന്റെ ഭാര്യയല്ല, ശശിയുടെ ഭാര്യ. അവനെ കൊണ്ട് പോകുമ്പോ അവർക്ക് ഞാൻ ഒരു സഹായം ചെയ്തു കൊടുത്തതാന്നേ. ഓ, അത് ശരി, ശശിയെ സഹായിച്ചതാണ്. തല്ലല്ല വേണ്ട, കൊല്ലാണ് വേണ്ടത്. ഇവിടെ അടുത്ത് എവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് കിടക്കുന്നെന്ന് പറഞ്ഞു. അതിന്റെ ഉദ്ഘാടനം അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ പോയെന്ന് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്തു കൊടുക്കാന്ന് വിചാരിച്ചു. മെഡിക്കൽ ക്യാമ്പിന്റെ ഇടയില്? അതെ, മെഡിക്കൽ ക്യാമ്പിൽ ഒരുപാട് പേര് പോയിട്ടുണ്ട്. മറ്റേ രാഷ്ട്രീയക്കാരും പോയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നിങ്ങളും കൂടെ പോയാണ് സഹായം. എന്തായാലും വേണ്ടി വരും. സഹായം. പോയിട്ട് വരാം. അപ്പൊ നമുക്ക് കണ്ടിട്ട് വരാം മെഡിക്കൽ ക്യാമ്പില് എന്തൊക്കെയാ നടക്കുന്നത്. പുഷ്പുൾ പാർട്ടിയുടെ നേതൃത്വത്തിൽ എങ്ങനെയുണ്ട്? കസേര ഫ്രണ്ടിലേക്ക് ഇട്. ഇടാ, അതൊക്കെ ഒന്ന് മര്യാദക്ക് വെക്കടാ. വെറുതെ ചുമ്മാ ആരാണ് ഈ സമയത്ത്? ഇത് മതിയാ. അത് മതി. ആതിര വരവായി, തിരുവാതിര വരവായി. രാവിലെ പാട്ടല്ല മോനെ, ട്യൂഷൻ കഴിഞ്ഞ് ആതിര പോണ പോക്കുണ്ടോ? ചന്ദന കുറിയിട്ട പെണ്ണെ. ആ പോണാണോ? മൈൻഡ് ആണല്ലോ. ഉപ്പൻ നോക്കണ പോലെ നോക്കി ആര് മൈൻഡ് ചെയ്യാനാണ്? കറുപ്പൻ നോക്കണ പോലെ നീ നോക്കിയിട്ട് പക്കട നേരെ കൊത്താൻ പോണ പോലെയാണല്ലോ എനിക്ക് തോന്നുന്നത്. കളിയാക്കല്ലോ, വെറുതെ ആവശ്യമില്ല. നീ കുറച്ച് കളിയാക്കൽ കൂടുന്നുണ്ട്. അല്ല, നീ കഴിഞ്ഞ ആഴ്ച ആതിരക്ക് ഒരു ലവ് ലെറ്റർ കൊടുത്തിട്ട്. ലെറ്റർ കൊണ്ടേ കൊടുത്തു. എന്നിട്ട് വൈകിട്ട് അവിടെ അമ്മ 1/2 കിലോ അരി, 2 കിലോ പഞ്ചസാര, 1/4 കിലോ തേയില, 100 കുരുമുളക് വീട്ടിൽ കൊണ്ടുവന്ന് കൊടുത്തു. ലവ് ലെറ്റർ കൊടുത്താൽ പലവ്യഞ്ജന സാധനമാണ് കിട്ടുന്നത്. ലെറ്റർ മാറിപ്പോയി, കൊടുത്തത് പലവ്യഞ്ജനത്തിന്റെ ലിസ്റ്റായിരുന്നു.
ആതിര കമന്റ് അടിച്ചത്? സത്യം പറഞ്ഞ ആരാണ് ആതിര കമന്റ് അടിച്ചാരാ? ഞാനല്ല. ഞാനും അല്ല. ഞാനുമല്ല. ഇത് ഈ പറയുന്ന ആരാന്ന് അറിയാമോ നിനക്ക്? ഇല്ല. ഗുണ്ടശങ്കരൻ. ഉണ്ടശർക്കരയോ? ഉണ്ടശർക്കരയല്ല, ഗുണ്ടശങ്കരൻ. നാട്ടുകാരുടെ മുമ്പിൽ എനിക്കൊരു പേര് സ്വപ്നമാണ് ഞാൻ. അതുകൊണ്ട് നാട്ടുകാരനെ വിളിക്കുന്നത് ഇടിപെട്ട് ശങ്കരൻ. പിന്നെ വീട്ടിൽ എനിക്കൊരു വട്ടപ്പേരുണ്ട്. എന്താ? പുറത്ത് പറയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. പൊടിമോൻ. സത്യം പറഞ്ഞ ആരുടെ ആതിര കമന്റ് അടിച്ചാ? എന്റെ പൊന്നെ, ഞങ്ങൾ ഇനി കമന്റ് അടിക്കണില്ല. കമന്റ് അടിക്കില്ല. ഇല്ല. പക്ഷെ നിങ്ങൾ കമന്റ് അടിക്കണം. നിങ്ങൾ ആതിരെ കമന്റ് അടിക്കണം, ലൈൻ അടിക്കണം. എവിടെങ്കിലും അടിച്ചോണ്ട് പോയി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം. 5 പൈസ ശ്രീധരൻ എൻ്റെ മേടിക്കരുത്. ഇടാ ആതിരയുടെ അച്ഛനാണ് ഞാൻ. 5 പെമ്മക്കളായിരുന്നു മൊത്തം. അപ്പൊ 4 പെമ്മക്കളെ ഇതുപോലെ ഉടായ്പ പറഞ്ഞ് ഓരോ തന്നെ തലയെ കെട്ടി വെച്ച് കൊടുത്തു. ഇനി ആതിര മാത്രമേ ഉള്ളൂ ബാക്കി. അവളെ കൂടെ ആരെങ്കിലും ഒരാൾ അടിച്ചോണ്ട് പോയി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷം. പിന്നെ ഈ പറയുന്നത് വെറും ഒരു ഗുണ്ട പറയുന്ന വാക്കായിട്ട് മാത്രം നിങ്ങൾ എടുക്കരുത്. ഉറച്ചന്റെ റോദനം എന്താണ് നാട്ടുകാർക്ക് ഇതൊന്നും വേണ്ട. നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ജനങ്ങൾക്ക് പിടിച്ച ഡോക്ടർ, ഓപ്പറേഷൻ അറിந்த ഡോക്ടർ, ഡോക്ടർ ഇത് പിടിക്കും, അത് നഴ്സിനെ കൊടുക്കും. ഇനി ഡോക്ടർ അത് സിസ്റ്ററുടെ കഴുത്തിലിടും, സിസ്റ്റർ ഡോക്ടറുടെ കഴുത്തിലിടും. ഞാനിത് സിസ്റ്ററിന്റെ കഴുത്തിലിടാം. സിസ്റ്ററിന്റെ കഴുത്തിലിടും. ഓക്കെ ഓക്കെ ഓക്കെ. അയ്യേ, ഇതിന് വിവാഹം എന്നല്ലേ പറയുന്നത്? അപ്പൊ നിങ്ങൾ എന്നെ കല്യാണം കഴിപ്പിക്കാൻ കൊണ്ടുവന്നാണ്? ഒന്ന് ആദരിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ചെയ്തതാണ്. ആദരിക്കാനാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ കഴുത്തലല്ലേ മാല ഇടേണ്ടത്? അതൊക്കെയാണ് ഇവിടെ തെറ്റി, ഇവിടെ തെറ്റി. താൻ എന്റെ കഴുത്തിലല്ലേ ഇടേണ്ടത്? പ്രിയമുള്ള നാട്ടുകാരെ, ഈ അവസരത്തിൽ 2 വാക്ക് സംസാരിക്കുന്നതിനായിട്ട് ഞാൻ ഡോക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു. ഞാനോ? ആ സാർ 2 വാക്ക്. ഇല്ല, ഞാനങ്ങനെ മൈക്കിലൊന്നും സംസാരിക്കും. അയ്യോ ഇല്ല, ഞാൻ സംസാരിക്കില്ല. അയ്യോ അതല്ല, എനിക്ക് ഇങ്ങനെ പ്രസംഗിക്കാനൊന്നും അറിയില്ല. എന്നാ പിന്നെ ഡോക്ടർ 2 വാക്ക് പറഞ്ഞിട്ട് അത് ശരിയാവത്തില്ലെന്ന്. 2 വാക്ക് പറയൂ പ്ലീസ്. ഒരു മിനിറ്റ്. രോഗികളെ ചികിത്സിക്കുന്നതാണ്. അത് പറ്റില്ല, അതാണ് ഞാൻ പറഞ്ഞത്. 2 വാക്ക് ഉള്ളി പറയും, നമ്മൾ നിർബന്ധിച്ച് ഡോക്ടറെ രോഗികളെ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ കപ്പലണ്ടി നിന്നോണ്ടിരിക്കുകയാണോ? ഇത് കപ്പലണ്ടി അല്ല, ഇപ്പൊ കഴിച്ച പ്രഷറിന്റെ ഗുളികയാണ്. ഇത് ഷുഗറിന്റെ. ഇത് ഇയർ ബാലൻസ്. നേരെ നിൽക്കണ്ടേ, ടെൻഷൻ കയറിയാ മൊത്തം തെറ്റിപ്പോ. അങ്ങനെ സംസാരിച്ച ശീലമില്ല, അതുകൊണ്ടാണ്. അല്ല, അപ്പൊ ഡോക്ടറുടെ ചികിത്സ ഡോക്ടർ സ്വയം അങ്ങ് നടത്തുവാണല്ലേ? ഇല്ലല്ല, ഞാൻ വേറൊരു ഡോക്ടറെ കൊണ്ട് കുറിപ്പിച്ചാണ്. ഞാൻ എന്നെ തന്നെ ചികിത്സിക്കാൻ എനിക്കിഷ്ടമല്ല. അതെനിക്കിഷ്ടമല്ല. പിന്നെ 2 വാക്ക് ഒന്ന് പറഞ്ഞാട്ടെ. പറയാൻ ശീലമില്ല. 2 വാക്ക് ഇരിക്കും. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഞാനാണ് മധ്യത്തിരിക്കുന്ന മധ്യക്ഷൻ, സൈഡിലിരിക്കുന്ന സൈഡക്ഷൻ, വേദിയിലിരിക്കുന്ന രോഗികളായിട്ടുള്ള ഇൻഫെക്ഷൻസ്. പ്രിയമുള്ളവരെ, എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതങ്ങനെ പോയിക്കോട്ടെ. എന്താണെന്ന് വെച്ചാൽ, ഈ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ കേരളത്തിന്റെ ഉടനീളം ഒരുപാട് മെഡിക്കൽ ക്യാമ്പുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു നാറിയും എനിക്കൊരു അംഗീകാരം തന്നിട്ടില്ല. ഇന്ന് എനിക്ക് അമേരിക്കയിൽ ഒരു അംഗീകാരം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഈ നാറികൾ ഇവിടെ വിളിച്ചു. ഇല്ലെങ്കിൽ ഇവന്മാര് വിളിക്കില്ല. ഒരു അംഗീകാരം എനിക്ക് തന്നിട്ടില്ല. പക്ഷേ എനിക്ക് കിട്ടിയ ഈ അംഗീകാരം അത് എന്റേതല്ല, അത് നിങ്ങളുടേതാണ്. ഞാനത് നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. എന്തിന്? അംഗീകാരം മേടിക്കാൻ? അത് വേണ്ട. നിങ്ങൾ ഈ ഫ്ലൈറ്റിൽ കയറി ആദ്യമായിട്ട് പോകല്ലേ, നിങ്ങൾക്ക് ഛർദ്ദിക്കാൻ വരും. അതുകൊണ്ട് നിങ്ങൾ വേണ്ട, ഞാൻ പോയി അമേരിക്ക മേടിച്ചോണ്ട് വന്നു കേട്ടോ. ആരും സഹായത്തിനൊന്നും വേണ്ട. പ്രിയമുള്ളവരെ, ഇവിടെ നൽകിയ ഈ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറയുന്നു. നമുക്ക് ആദ്യത്തെ രോഗിയെ പരിശോധിക്കാം. ആദ്യത്തെ രോഗി ഇതാണ്. എന്താ പേര്? പേര് പറയണോ? പേര് പറയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ പേര് പറയണ്ടോ? ഇവിടെ ചീട്ടെടുക്കണ്ടോ തന്റെ പേരില്? ഇതെന്തൊരു കഷ്ടമെന്ന് പറ. ദൊരഗുണൻ. ഇങ്ങനെ ദൊരഗുണൻ. നൊരയും പറയുന്നു കേട്ടിട്ടുണ്ട്. ഇതെന്താണ് ഈ തൊരഗുണൻ? എന്റെ പേരാണ് ദൊരഗുണൻ. മനുഷ്യനെ ചിരിപ്പിക്കാനായിട്ട് ഇറങ്ങിയേക്കാണല്ലേ? എന്താ വിശേഷം? വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഞാൻ കല്യാണം കഴിച്ചിട്ട് 3 മാസമായി. ഭാര്യക്ക് ഇപ്പൊ 6 മാസം. അവിടെ പേരെന്താണ്? ദിവ്യ. അപ്പൊ ദിവ്യ ഗർഭമായിരിക്കും.
എന്താണ് പുതിയ വിശേഷം എന്താണെന്ന്? പുതിയ വിശേഷം എന്ന് പറഞ്ഞാല് ഞങ്ങൾ ഈ വരുന്ന ഞായറാഴ്ച ഒരു 10-25 പേര് കൂടിയിട്ട് അവിടെ വയറ് കാണാൻ വേണ്ടി പോവാണ്. 10-25 പേരെയും കൂട്ടി അവിടെ വയറ് കാണാൻ പോവാണ്. ഇത്ര നാളായിട്ട് നീ അവിടെ വയറ് കണ്ടില്ല? എന്റെ ഡോക്ടർ ഒരു കാര്യം ചെയ്യടാ, മ്യൂസിയത്തിൽ കൊണ്ട് വെക്ക, അവിടെ വയറ് നാട്ടുകാർ കാണട്ടെ. സിസ്റ്റർ, അവന്റെ BP ഒന്ന് നോക്കി. ത്വരഗുണൻ എന്നല്ലേ പേര്? ത്വരഗുണൻ. ഏതാണ് ഈ ത്വരയുടെ? എങ്ങനെയാണ് അതിന്റെ ആദ്യത്തെ അക്ഷരം? എങ്ങനെയാണ്? ദാ കഴിഞ്ഞുള്ള ദു. പേരിട്ടവനെ വേണം ആദ്യം പന്നം കൈത വെട്ടി അടിക്കണം. BP ഭയങ്കര കൂടുതലാണ്. ഇതിപ്പോ പൊട്ടിത്തെറിക്കോ തോന്നണ. അങ്ങോട്ട് തിരിഞ്ഞിടാ, ഇനി ഒന്ന് നോക്കി. ഇപ്പൊ നോർമലായി. നോർമലാണ്, BP കുഴപ്പമില്ല. നിനക്ക് എന്താ പ്രശ്നം? ശരിക്കും എന്താ പ്രശ്നം? എന്താണ്? രാവിലെ എണീക്കുമ്പോൾ ആദ്യം ഒന്ന് വിറയ്ക്കും, പിന്നെ ഒന്ന് തുള്ളും. പിന്നെ പനിയാണ്, വിറച്ചു തുള്ളി പനി. വലിച്ചുവിട. വിറച്ചുതുള്ളി പനിക്കൊക്കെ ഇങ്ങനെയാണ് പരിശോധന. സിസ്റ്റർ, റാഫി മെട്രോക്കിൻ. ഡയറക്ടറിന്റെ പേരല്ലേ അത്? റാഫി മെക്കാർട്ടിൻ, ഇത് റാഫി മെട്രോട്ടിൻ. അത് 4 എണ്ണം ദിവസവും രാവിലെയും ഉച്ചക്കും. അല്ല, എനിക്ക് മരുന്ന് വേണ്ട. എന്താ? എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞേ, നല്ല കട്ട റമ്മില് കുരുമുളക് പൊടി ഇട്ടിട്ട് ഒരൊറ്റ വലിയ അങ്ങോട്ട് വലിച്ചാൽ മതി, പനി പമ്പെടുക്കുന്ന പറഞ്ഞു. നല്ല കട്ട റമ്മില് കുരുമുളകിന്റെ പൊടി ഇങ്ങനെ ഇട്ടിട്ട് ഒരൊറ്റ വലി എന്ന് പറഞ്ഞ് കുടിച്ചാണ്ടല്ല, പനി അങ്ങോട്ട് പമ്പെടുക്കുന്ന പറഞ്ഞേ. അങ്ങനെ പറഞ്ഞു. ഇവിടെ വീടടുത്താണ്? ഇവിടെ തൊട്ടടുത്താണ്. എന്താണെന്നറിയത്തില്ല, രാവിലെ ഒരു ചെറിയ പനിക്കോള് ഒരെണ്ണം അടിക്കാം. അല്ല, ഈ കുരുമുളക് വെതറിയിട്ട് നമുക്ക് ഒന്ന് നോക്കാം. എനിക്കൊരു കോട്ടറേ ഉള്ളൂ. മതി, നമുക്ക് രണ്ടാക്കാം. ഞാൻ ഒറ്റയ്ക്ക് അടിച്ചോളാം. ഇവനൊക്കെ ആരണോ ഇങ്ങോട്ട് കെട്ടിവിടുന്നത്? എന്തെന്ന്? നീയൊക്കെ അങ്ങ് സ്വയം രോഗം തീരുമാനിക്കണം. ഞാൻ തീരുമാനിച്ചോളാം. മരുന്ന് കൽപ്പിക്കാൻ. അല്ല ഡോക്ടറെ, ഇത് പറഞ്ഞ ശരിയാണ്? ഈ റമ്മിനകത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പനി മാറോ? എനിക്കറിയത്തില്ല, ഇങ്ങനെ പറയുന്നു. ഇതാണെങ്കിൽ എന്റെ കൊച്ചിന് പനി വന്നപ്പോ ചേട്ടന്റെ അടിച്ചു മാറ്റിട്ട് കൊടുത്താൽ മതിയായിരുന്നു. വെറുതെ ആന്റിബയോട്ടിക് ഒക്കെ കൊടുത്ത് സമയം കളഞ്ഞു. ശരിയാ, ഇനിയും വരുമ്പോ അങ്ങനെ പരിശോധിച്ചു നോക്കാം. ഇരിക്കൂ. കണ്ടറിയത്തില്ലേ ഡോക്ടർ? ഞാൻ ഗുണ്ട. ഞാൻ ഡോക്ടർ. എന്താണ് പ്രശ്നം? എന്താണ്? എന്തിന്? ഞാൻ ഡോക്ടറാണ്. കസേര ഞാൻ ഡോക്ടറാണ്. എന്തോ ഡോക്ടറെ ചന്തി കസേര പൊങ്ങുന്നില്ല. അയ്യേ, ഇയാൾ എന്താണ് ഈ സംസാരിക്കുന്നത്? ഇവിടെ കുറച്ച് സഭ്യമായ രീതിയിൽ സംസാരിക്കണം. ഒരു സ്ത്രീ നിൽക്കുന്ന കണ്ടില്ലേ? എന്താ പറഞ്ഞ സഭ്യമല്ലാത്ത? ചന്തി എന്നൊക്കെ പറയുന്ന മോശമല്ലേ? എന്റെ പൊന്ന സുഹൃത്ത്, ഈ ചന്തി എന്നല്ല, പിന്നെ അമരീഷ്പുരി എന്ന് പറയാൻ നമുക്ക്. ഓക്കെ, നിങ്ങളോട് ഞാൻ കോപ്പറേറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ അമരീഷ്പുരി എന്റെ ദുൽഖർ സൽമാനകത്തുനിന്ന് മാറ്റി തരാൻ പറ്റുമോ? ഇത് എന്റെ കസേരയാണ് സുഹൃത്ത്. എന്താണ് മിസ്റ്റർ, നിങ്ങൾ എന്നെ അപമാനിക്കാൻ വിളിച്ചോണ്ട് വന്നാണോ? ഇത് ഇവിടെ പരിശോധന മാത്രമുള്ള സൗജന്യം. ഇത് എന്റെ വീട്ടിലെ കസേരയാണ്, ഇത് സൗജന്യമല്ല. അല്ലാതെ ഞങ്ങൾ തിരിച്ചുകൊണ്ട് ഇട്ട് തരാം. തിരിച്ചുകൊണ്ട് ഒറ്റ കേൾക്കുന്നല്ലേ? എന്റെ അമരീഷ്പുരി വെക്കാൻ കണ്ട സ്ഥലം ഡോക്ടർക്ക് ഇരിക്കാനായിട്ട് എടുത്താണ്. നിങ്ങൾ മെഡിക്കൽ ക്യാമ്പ് എന്നെ അപമാനിക്കാൻ വിളിച്ചു വരുത്തി. സഹായം ധാരടാ അവിടെ ഞാൻ അവിടെ നിന്നപ്പോഴേ അവിടെ ക്യൂല് നിൽക്കായിരുന്നു. പരിശോധനയ്ക്ക് വന്നാന്ന് തോന്നുന്നു. എന്താണ് പ്രശ്നം? എന്താണ്? ഈ പെണ്ണ് അവിടെ ക്യൂ നിൽക്കായിരുന്നു. എനിക്ക് യാതൊരു പരിചയമില്ല. പെട്ടെന്ന് ബോധം കെട്ട് വീണു. പൾസ് ഒന്ന് നോക്കണായിരുന്നു. സൗജന്യ ചികിത്സയല്ലേ ഇവിടെ, പിന്നെ എന്തിനാണ് നമ്മൾ പേഴ്സ് നോക്കുന്നത്? അയ്യോ ഡോക്ടർ, അതല്ല, രോഗിയുടെ പൾസ് ഒന്ന് നോക്കണായിരുന്നു. ഓ, പൾസ്, അത് പറയണ്ടേ? അത് അയ്യോ ഡോക്ടർ, എന്റെ രോഗിയുടെ. ശരി, ഞാൻ നോക്കാം. എനിക്ക് സമാധാനം എന്താ? നിങ്ങളൊന്ന് ആദ്യം പേടിക്കാനൊന്നുമില്ല. പെൺകുട്ടി പ്രഗ്നന്റ് ആണ്. പ്രഗ്നന്റ് ആണ് കേട്ടാ? പെണ്ണിന്റെ പേര് പ്രഗ്നന്റാ. ഏതോ ആംഗ്ലോ പോത്തെ. പ്രഗ്നന്റ് എന്ന് പറഞ്ഞാൽ കുട്ടി ഗർഭിണിയാണെന്നാണ് പറഞ്ഞത്. എനിക്കെന്തിനാണ് കൺഗ്രാറ്റുലേഷൻ? എനിക്കെന്തിനാണ് കൺഗ്രാറ്റുലേഷൻ? ഇവർക്ക് വല്ലതും കൂടെ എന്ത് വർത്താനമാണ് പറയുന്നത്? ഹലോ, ശരീരം അനങ്ങരുത്. കിടന്നോളൂ. റിലാക്സ്. കൃഷ്ണമണിയൊക്കെ ഉണ്ടല്ലോ. ഇതെന്താണ് പ്രശ്നം? 3 മാസത്തേക്ക് ശരീരം ശ്രദ്ധിക്കണം. ദേഹം അനങ്ങരുത്. പിന്നെ ഹൈ ജമ്പോ ലോങ് ജമ്പോ എന്താ വേണേലും ചാടി. അതൊക്കെ ഡോക്ടർ പറഞ്ഞൊക്കെ കേട്ടോ. ഫ്രൂട്ട്സ് ഒക്കെ നല്ലപോലെ കഴിക്കണം, മനസ്സിലായ? മോടെ ഭർത്താവ് എന്തിയേ?
അവിടെ ആരുണ്ടായിരുന്നു? ഓടിക്കളഞ്ഞ അവിടെ ഓടിക്കളഞ്ഞ പുള്ളി നാണം. മോടെ പേരെന്തുവാ? ബിന്ദു. ആ, എന്റെ ഭാര്യയുടെ പേരും ബിന്ദു എന്നാണ്. മോടെ ഭർത്താവിന്റെ പേരെന്താ? സാബു. നിന്റെ പേര് തന്നെ? എന്റെ പേര് സാബു എന്നല്ലേ? നല്ല ഇതല്ലേ? അതെ അതെ. എന്നിട്ടാ സാബു എന്തിയെ? അല്ല മോളവിടെ ക്യൂ നിൽക്കുമായിരുന്നല്ലോ. അപ്പൊ ഞാൻ വേറൊരു സാബുവാ. ഞാനപ്പോ അവിടെ നിൽക്കുമായിരുന്നു. അവിടെ അങ്ങനെ നിന്നപ്പോ മോള് ബോധം കെട്ട് വീണു. തത്സമയം തന്നെ മോളെ ഞാൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. ഡോക്ടർ പരിശോധിച്ചപ്പോൾ പറഞ്ഞു ഗർഭിണിയാണ്. ആ ഗർഭിണിയാക്കിയ ആ സാബു ഉണ്ടല്ലോ, ഞാനല്ലാത്ത മറ്റേ സാബു എന്തിയെ? ആ സാബുവാണ്. നീ തന്നെയാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. വേറെ രോഗികളൊന്നുമില്ല ഇവിടെ, കിടന്ന് ബഹളം വെക്കരുത്. രോഗികളില്ല, എനിക്ക് ഞങ്ങളെന്നാ പോട്ടെ. രോഗികളെ കയറ്റിവിടാത്തത് ഇത് ഒരു പ്രശ്നമാണ്. ഇതിപ്പോ എന്താ വിഷയം? നിങ്ങൾ ആകെപ്പാട് കൺഫ്യൂഷൻ ആയിക്കോളൂ. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഏറ്റ് ചെയ്ത്. ഡോക്ടറെ ഞാൻ അങ്ങനല്ല പറഞ്ഞത്. ഞാൻ ഇതിന്റെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി തരാമെന്നാണ് പറഞ്ഞത്. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കുട്ടി, നിങ്ങൾ ക്യൂവിൽ നിന്നപ്പോൾ നിങ്ങൾ ബോധം കെട്ട് വീണു. വീട്ടിൽ നിന്നപ്പോൾ ഈ ദേഹം നിങ്ങളെ താങ്ങി എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. നിങ്ങളുടെ ഭർത്താവിന്റെ പേരെന്താണ്? സാബു. ആ സാബു ഇപ്പൊ എവിടെയാണ്? താൻ തന്നെയാണ്. എന്റെ ഭാര്യയുടെ സൗണ്ട് സൗണ്ടല്ല, ഭാര്യ വന്നിട്ട്. അയ്യോ അയ്യോ അയ്യോ. ഒന്നുമില്ല. അതായത് ചേട്ടനെല്ലാരെയും സഹായിക്കുമല്ലോ, എന്റെ മോക്ക് അറിയാവുന്ന. ഈ ഇരിക്കുന്ന കുട്ടിയില്ലേ, ഈ കുട്ടി അവിടെ ക്യൂ നിൽക്കുമായിരുന്നു. അപ്പൊ ഞാൻ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു. ബോധം കെട്ട് വീണപ്പോ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നു. ചേട്ടൻ അങ്ങനെ. ഈ പെണ്ണിന്റെ പേര് ബിന്ദു, നിന്റെ അതേ പേര്. ഭർത്താവിന്റെ പേര് സാബു, എന്റെ പേര് സാബു. ഈ പെണ്ണിപ്പൊ ഗർഭിണിയാണ്. അയ്യോ, ഈ സമയത്ത് വളരെ സൂക്ഷിക്കണം കേട്ടോ. ഭർത്താവ് ഇപ്പൊ എവിടെ ഉണ്ട്? ഡോക്ടറെ ഇതെനിക്ക് ഇപ്പൊ തെളിയിക്കണം. ഞാനിപ്പൊ തെളിയിക്കും. ഞാനങ്ങനെ തെളിയിക്കാനാണ്? നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? DYFI ടെസ്റ്റ്. ഏരിയ സെക്രട്ടറിയുടെ കത്തും മേടിച്ചോണ്ട് അതിനാണോ DYFI എന്നൊക്കെ പറഞ്ഞത്? അതിനടുത്ത് അപ്പൊ തെളിയാലോ ഇവിടെ. അപ്പൊ അറിയാലോ. ഇവന്റെ ചോര എടുക്ക. എന്നാ പിന്നെ ആ ടെസ്റ്റ് നടത്തിയിട്ട് തന്നെ ബാക്കി കാര്യം. അങ്ങോട്ട് നോക്കിയത് അതുകൊണ്ടാ. കിട്ടി ഡോക്ടർ. എന്താ? ഞാൻ അതാണ് നോക്കിക്കൊണ്ടിരുന്നേ. എവിടെ പോയി? എന്റെ ഈ രണ്ട് മക്കളാണ് സത്യം. എന്റെ അല്ല. നീ ആവശ്യമില്ലാതെ സഹായം നടത്തിക്കൊണ്ടു പോകുമ്പോ നീ ആലോചിക്കണ്ടേ ഇതൊക്കെ? നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളം ഒന്നും ഉണ്ടാക്കണ്ട. ടെസ്റ്റ് ചെയ്തു, റിസൾട്ട് കിട്ടി. ഒന്നും പേടിക്കാനില്ല. താങ്കളുടെ അല്ല കുട്ടി. എന്താ എല്ലാം കൂടെ രണ്ട് പാർട്ടിക്കാരന്മാര് കിടക്കണം. നിനക്ക് കണ്ടി. അത് മാത്രമല്ല, ഇവന് ഈ ജന്മത്ത് കുട്ടികൾ ഉണ്ടാകത്തുമില്ല. തനിക്ക് ഈ ജന്മത്ത് കുട്ടികൾ ഉണ്ടായില്ല. സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി. അപ്പൊ ഇത് രണ്ടും എന്നെ ചതിക്കായിരുന്നല്ലേ പഞ്ചകി. മണികള് ഇതോട് പണി കിട്ട് പണിയാം. എന്റെ അല്ലാത്ത രണ്ട് പീസുകളും. അല്ല പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? അല്ല ഇവൻ എങ്ങനെ കുട്ടികൾ എങ്ങനെ സംഭവിച്ചെന്ന് ഞാൻ ചോദിച്ചാ. ഫ്രീ വൈഫൈ ഉള്ളിടത്തോട്ട് വൈഫിനെ അഴിച്ചു വിടുമ്പോ ഓർക്കണമായിരുന്നു. തന്നെ അങ്ങനെയാണ്. കുറെ കാലമായിട്ട് അറിയാം, നമ്മളൊരു സിനിമയിലൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. സുരാജേട്ടൻ്റെ ഒരു രീതി എനിക്ക് ഫീൽ ചെയ്തത്, അദ്ദേഹം മുമ്പത്തെ ഒരു ആക്ടറിൽ നിന്നും ഭയങ്കരമായിട്ട് പെർഫോമൻസിൽ ഭയങ്കര വ്യത്യാസം വന്നിട്ടുണ്ട്. കാരണം
പണ്ട് ഒരു കൊമേഡിയൻ എന്നുള്ളൊരു ഫീൽ അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു. ഇപ്പൊ യു ആർ an ആക്ടർ. സുരാജേട്ടന്റെ കൂടെ ഇനി അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടട്ടെ എന്ന് ഞാൻ തീർച്ചയായിട്ടും ഒരുമിച്ച് അഭിനയിക്കാനുള്ള അവസരം. പക്ഷെ എനിക്ക് ഇതിൽ ഏറ്റവും വലിയ മനസ്സായിട്ട് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം ഹ്യൂമർ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇല്ല ഞാനിപ്പോൾ വേറെ എത്തി അത് ചെയ്യുന്നില്ല എന്നുള്ളത് അതും ചെയ്യും. നായകനും ആവും വില്ലനും ആവും. ഫുള്ളൊരു സൂപ്പർ മാർക്കറ്റാണ്. നമ്മള് ഏൽപ്പിക്കുന്ന പണി വൃത്തിയായിട്ട് ചെയ്യുന്നു. അതാണ് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയൊക്കെ ചെയ്യുന്നു. എന്തായാലും അത് ഒരുപാട് സന്തോഷം. താങ്ക് യു പത്മസൂര്യ. ഈ എന്ന സിനിമയുടെ വിജയത്തിന്റെ ആ സന്തോഷമാണ് ഈ മുഖങ്ങളിൽ കാണുന്നത്. ഇതിലും കൂടുതൽ സന്തോഷത്തോടെ ചിരിയോടെ അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ഗുഡ് ബൈ.